എല്ലാവർക്കും ബയോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഫിസിക്സ് എക്സാമിന്റെ റിവ്യൂ ആയിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഫിസിക്സിന്റെ? ഇന്നലെ അതിന്റെ ഒരു ചെറിയൊരു കോഡ് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ 95% പേര് പറഞ്ഞിരിക്കുന്നത് ആവറേജ് ആയിരുന്നു, വളരെ ടഫായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. 1-2 പേര് മാത്രമാണ് ഈസി എന്നുള്ള കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂ നമുക്ക് നമ്മുടെ SM06 എന്ന് പറയുന്ന സ്റ്റഡി കിറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീഡിയോ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യുന്ന മുഴുവനായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. ബയോസിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡി കിറ്റിന്റെ യഥാർത്ഥ പവർ എന്താണെന്നുള്ളത് ഇന്നലത്തെ ഫിസിക്സ് എക്സാമോട് കൂടിയിട്ടാണ് റിവീൽ ആയിരിക്കുന്നത്. പക്ഷെ പല വിദ്യാർത്ഥികൾക്കും അത് മനസ്സിലായിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കോഡാണ് SM06. 2-3 തവണ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും SM06 എന്ന് പറയുന്ന സ്റ്റഡി മെറ്റീരിയലിന്റെ എല്ലാ ചോദ്യങ്ങളും പഠിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 35 മുതൽ 45 മാർക്ക് വരെ നിങ്ങൾക്ക് പബ്ലിക് എക്സാം മീൻസ് മോഡൽ എക്സാമിൽ സ്കോർ ചെയ്യാമെന്നായിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മെറ്റീരിയൽ മാത്രം പഠിച്ചുപോയ വിദ്യാർത്ഥിക്ക് ഇന്നലത്തെ ഫിസിക്സ് എക്സാമിൽ കിട്ടുന്ന മാർക്ക് എത്രയാണ് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്നതാണ് ബയോസിന്റെ SM06 എന്ന് പറയുന്ന ഫിസിക്സിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയൽ, അതായത് ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത് മാത്രം പഠിച്ചു പോയ ഒരു കുട്ടിക്ക്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം, വീണ്ടും പറയുന്നു, ഈ ഒരു SM06 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയ ഒരു കുട്ടിക്ക് ഇന്നലത്തെ പേപ്പറിൽ നേടാൻ സാധിക്കുന്ന മാർക്കാണ് എന്റെ ബാക്കിൽ നിൽക്കുന്നത്. ക്യാൻ യു ഗസ് ഇറ്റ്? ഇല്ല അല്ലേ? ഞാൻ മാറുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ബയോസിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡി കിറ്റിന്റെ പവർ. ഞാൻ മാറുകയാണ്. ബോർഡിലേക്ക് നോക്കുക. ആകെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉള്ളത് 60 മാർക്കിനാണ് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ 60 മാർക്കിനാണ്. ഈ ഒരു കിറ്റ് മാത്രം പഠിച്ചു പോയാൽ കിട്ടുന്ന കുട്ടിക്ക് 70 മാർക്ക്. ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികളെ എപ്പോഴും ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ പറയുന്നത് പഠിച്ചു പോകും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഏരിയ എന്നാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് 60 മാർക്കിൽ 70 മാർക്കാണ് സ്കോർ ചെയ്യാനാവുക. അതിന് കൃത്യമായിട്ട് റിവ്യൂ നമുക്ക് തൊട്ടടുത്ത വ്യൂവിൽ കാണാം. ടോളിൽ കാണുന്നതാണ് ഇന്നത്തെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ബയോസിന്റെ SM06 എന്ന് പറയുന്ന ഈ മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. ഫിസിക്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. അതിലെ നമ്മുടെ SM06 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിൽ ഇന്നലെ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഏത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ന്യൂമറിക്കൽസ്, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം ഈ ഒരു മെറ്റീരിയൽസ് അത്രയും വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3-4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിന് പുറമേ വന്നിരിക്കുന്നത്. പക്ഷെ അത് മുഴുവൻ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 70 മാർക്ക്, അതായത് ഫുൾ മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ 10 മാർക്ക് എക്സ്ട്രാ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബയോസിന്റെ ഒരു ചലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. ഈ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, SM06 എടുക്കുക, കമ്പയർ നോക്കുക. ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 മാർക്ക്. ഗ്രാഫുകളായിക്കോട്ടെ, ഈക്വേഷൻസ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ, പ്രോബ്ലംസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഈ മെറ്റീരിയൽ എന്നുള്ള ചോദിച്ച അതേ വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോഴും പലരുമായി സീരിയസ് ആയി കണക്കാക്കാതെ ഈ മെറ്റീരിയൽ പഠിച്ചു പോകാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ രക്ഷിതാക്കളോടാണ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികൾ ഇത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇവിടെ നമ്മുടെ എല്ലാ റിവിഷൻ ക്യാമ്പുകളിലും നമ്മൾ ഈ ഒരു സ്റ്റഡി കിറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്റ്റഡി കിറ്റ് മേടിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. പബ്ലിക് എക്സാമുകൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു കിറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്.